ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 97 ശ്ലോകങ്ങളുടെ സാമാന്യമായ അർത്ഥം കണ്ടു കഴിഞ്ഞു. ഇനി 98ാമത്തെ ശ്ലോകം മുതലൊന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് കുറച്ച് ശ്ലോകങ്ങളിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള 7 ചക്രങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. ഓം ശ്രീ മഹാദേവേ നമഃ. വിശുദ്ധിചക്രനിലയാ രക്തവർണ ത്രിലോചന. വിശുദ്ധിചക്രനിലയ, ഈ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള 7 ചക്രങ്ങളിൽ വിശുദ്ധിചക്രത്തിൽ വസിക്കുന്ന ദേവി, അതാണ് വിശുദ്ധിചക്രനിലയ. ഈ ഏഴ് ചക്രങ്ങളിലും ദേവി വിവിധ രൂപങ്ങളിൽ വിവിധ ശക്തികളോടു കൂടിയാണ് വസിക്കുന്നത്. ഈ വിശുദ്ധിചക്രത്തിൽ കണ്ഠത്തിലാണ് വിശുദ്ധിചക്രം. നമുക്കറിയാം, ഈ ചക്രത്തിന് അഥവാ ഈ പത്മത്തിന് 16 ഇതളുകളാണ് ഉള്ളത്. 16 ഇതളുകൾക്ക് 16 ദേവതകളുണ്ട്. അവിടുത്തെ ഈ വിശുദ്ധിചക്രത്തിലെ ദേവതയുടെ പേര് ഡാകിനി എന്നാണ്. ഇനി നമുക്ക് ആ ദേവിയെക്കുറിച്ചൊന്ന് നോക്കാം. ഡാകിനി ദേവിയെക്കുറിച്ചൊന്ന് നോക്കാം. ആരക്തവർണ, അതായത് ഈ ദേവിക്ക്, ഡാകിനി ദേവിക്ക് ഇളം ചുവപ്പ് നിറമാണ് ഉള്ളത്. അതാണ് ആരക്തവർണ. ത്രിലോചന, 3 കണ്ണുകളുള്ള ദേവിയാണ്. അടുത്തത് ഖഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത. ഖഡ്വാംഗാദി പ്രഹരണ, ഖഡ്വാംഗം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച ദേവി, അതാണ് ഖഡ്വാംഗാദി പ്രഹരണ. ഡാകിനി ദേവി 4 കൈകളിലായിട്ട് ഖഡ്വാംഗം, കത്തി, ശൂലം, മഹാചർമ്മം എന്നിവയൊക്കെ ധരിച്ചിരിക്കുന്നു. വദനൈക സമന്വിത, ആ ദേവിക്ക് ഒരു മുഖമാണ് ഉള്ളത്. അതാണ് വദനൈക സമന്വിത. അടുത്തത് പായസാന്നപ്രിയ ത്വക്സ്ഥ പശുലോക ഭയങ്കരി. പായസാന്നപ്രിയ, പാൽപായസം ഇഷ്ടമായ ദേവി. ത്വക്സ്ഥ, ഈ ദേവി ത്വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശുലോക ഭയങ്കരി, പശുക്കൾ നമ്മൾ നേരത്തെ ഉള്ള ശ്ലോകങ്ങളിൽ കണ്ടുകഴിഞ്ഞു. മൃഗതുല്യരായ അജ്ഞാനികളെയാണ്, അഥവാ ഭേദബുദ്ധി ഉള്ളവരെയാണ് പശുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള പശുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന ദേവി പശുലോക ഭയങ്കരി. അടുത്തത് അമൃതാദി മഹാശക്തി സമൃത ഡാകിനീശ്വരി. ഈ ഡാകിനി ദേവി അമൃതാദി മഹാശക്തി സമൃത, അതായത് അമൃത മുതലായ മഹാശക്തികളാൽ ചുറ്റപ്പെട്ട, സമൃത, ചുറ്റപ്പെട്ട ദേവിയാണ് ഡാകിനി ദേവി. അതായത് നമ്മൾ പറഞ്ഞു 16 അക്ഷരങ്ങളുള്ള 16 ഇതളുകളുള്ള ഒരു പത്മമാണ് ഈ പത്മം. അതിൽ ഉള്ള ഒരു ദേവതയാണ് അമൃത. 16 ദേവതകളുണ്ട്, അതിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല. അമൃതാദി മഹാശക്തി സമൃത ഡാകിനീശ്വരി. ഇങ്ങനെ അമൃത മുതലായ മഹാശക്തികളാൽ ചുറ്റപ്പെട്ട ദേവി ഡാകിനീശ്വരി. അങ്ങനെയുള്ള ഡാകിനീശ്വരി. അടുത്തത്, അപ്പോൾ വിശുദ്ധിചക്രം കണ്ടു. ഇനി അടുത്തത് അനാഹതാബ്ജനിലയ ശ്യാമാഭാ വദനദ്വയ. അനാഹത പത്മത്തിൽ വസിക്കുന്ന ദേവി, അതായത് ഹൃദയസ്ഥാനത്തുള്ള ഈ പത്മത്തിന് 12 ഇതളുകളാണ് ഉള്ളത്. അതിൻ്റെ ദേവതയുടെ പേര് രാഗിണി എന്നാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ്. ശ്യാമാഭ, ദേവിയുടെ നിറം കറുത്ത നിറമാണ്. കറുത്ത നിറത്തോടുകൂടിയുള്ള ദേവി. വദനദ്വയ, 2 മുഖങ്ങളാണ് ദേവതയ്ക്കുള്ളത്. അടുത്തത് ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുധിര സംസ്ഥിത. ദംഷ്ട്രോജ്വല, അതായത് ദംഷ്ട്രകളാൽ ഉജ്ജ്വലിക്കുന്ന, ശോഭിക്കുന്ന ദേവി. അക്ഷമാലാദിധര, അക്ഷമാല അതായത് ജപമാല മുതലായവ അണിഞ്ഞ ദേവി. അതായത് അക്ഷം, ശൂലം, കപാലം, ഡമരു എന്നിവയാണ് ദേവി 4 കൈകളിലായിട്ട്
ധരിച്ചിരിക്കുന്നത്. അതാണ് അക്ഷമാലാതിധര രുധിര സംസ്ഥിത. ഈ ദേവി രുധിരം, രക്തത്തിലാണ് അധിവസിക്കുന്നത്. അടുത്തത് കാളരാത്ര്യാദിശക്ത്യൗകവൃത സ്നിഗ്ധൗദനപ്രിയ. ഈ ദേവിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാളരാത്രി ആദി ശക്ത്യൗകവൃത, അതാണ് കാളരാത്രിയാദി ശക്ത്യൗകവൃത. ഈ കാളരാത്രി മുതലായ ശക്തി സമൂഹത്താൽ ചുറ്റപ്പെട്ട ദേവി. ഇവിടെ 12 ദളങ്ങളുള്ള പത്മത്തിലാണ് ദേവി, രാഗിണി ദേവി അതിൻ്റെ നടുവിലാണ് വസിക്കുന്നത്. ആ 12 ദളങ്ങളുള്ള പത്മത്തിൽ 12 ദേവതകൾ ഉണ്ട്. ആ 12 ദേവതകളിൽ ഒന്നാണ് കാളരാത്രി. ആ കാളരാത്രി മുതലായ ശക്തി സമൂഹത്താൽ ചുറ്റപ്പെട്ട ദേവി കാളരാത്രി ശക്ത്യൗകവൃത സ്നിഗ്ധൗദനപ്രിയ. സ്നിഗ്ധ ഓദനപ്രിയ, അതാണ് സ്നിഗ്ധ ഓദനപ്രിയ. അതായത് നെയ്യ് ചേർത്തുണ്ടാക്കിയ അന്നം ഇഷ്ടപ്പെടുന്ന ദേവി. മറ്റേ ദേവി പാൽപ്പായസമായിരുന്നു, ഇത് നെയ്യ് ചേർത്തുണ്ടാക്കിയ അന്നം ഇഷ്ടപ്പെടുന്ന ദേവി സ്നിഗ്ധൗദനപ്രിയ. അടുത്തത് മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാ സ്വരൂപിണി. ഈ രാഗിണി ദേവി മഹാവീരേന്ദ്രവരദ, മഹാവീരന്മാർക്ക് വരം നൽകുന്ന ദേവിയാണ് ഈ രാഗിണ്യംബാ സ്വരൂപിണി. അതാണ് മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാ സ്വരൂപിണി. അടുത്ത പത്മം നമുക്ക് നോക്കാം. മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത. മണിപൂരാബ്ജനിലയ, മണിപൂര പത്മത്തിൽ അധിവസിക്കുന്ന ദേവി. മണിപൂര പത്മം നാഭിയിലാണ്. നാഭിയിൽ 10 ദളങ്ങളുള്ള പത്മമാണ് മണിപൂരം. ഇവിടുത്തെ ദേവിയുടെ പേര് ലാകിനി എന്നാണ്. അത് നമുക്ക് നോക്കാം. മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത. 3 മുഖങ്ങളുള്ള, ത്രയം 3 മുഖങ്ങളുള്ള ദേവിയാണ് ഈ ദേവി. അടുത്തത് വജ്രാദികായുധോപേത ഡാമര്യാദിഭിരാവൃത. വജ്രാദികായുധോപേത, വജ്രം മുതലായ ആയുധങ്ങളോട് കൂടിയ ദേവി. വജ്രം, ശക്തി, ദണ്ഡം, അഭയമുദ്ര എന്നിവയാണ് ഈ ദേവി 4 കൈകളിലായിട്ട് ധരിച്ചിരിക്കുന്നത്. അതാണ് വജ്രാദികായുധോപേത ഡാമര്യാദി വിരാവൃത. ഡാമരി മുതലായ ശക്തികളാൽ ചുറ്റപ്പെട്ട ദേവി. ഈ പത്മത്തിൽ 10 ദളങ്ങളിൽ 10 ദേവതമാരുണ്ട്. അതിലൊരു ദേവതയാണ് ഡാമരി. ആ ഡാമരി മുതലായ ശക്തികളാൽ ചുറ്റപ്പെട്ട ദേവി ഡാമര്യാദിഭിരാവൃത. രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീത മാനസ. രക്തവർണ, ദേവിയുടെ വർണ്ണം ചുവപ്പ് നിറമാണ്. അതാണ് രക്തവർണ. മാംസനിഷ്ഠ, ഈ ദേവി മാംസം എന്ന ധാതുവിലാണ് വസിക്കുന്നത്. അതാണ് മാംസനിഷ്ഠ. ഗുഡാന്നപ്രീത മാനസ. ഗുഡം എന്നാൽ ശർക്കര. ശർക്കര പായസത്തിൽ പ്രീതിയുള്ള ദേവി. അതാണ് ഗുഡാന്നപ്രീത മാനസ. അടുത്തത് സമസ്ത ഭക്ത സുഗത ലാകിന്യംബാ സ്വരൂപിണി. ഈ ലാകിനി ദേവി സമസ്ത ഭക്ത സുഗത, ഭക്തജനങ്ങൾക്കെല്ലാം സുഖം നൽകുന്ന ദേവിയാണ്. അങ്ങനെയുള്ള ലാകിന്യംബാ സ്വരൂപിണി. എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര. സ്വാധിഷ്ഠാനാംബുജഗത, അതായത് സ്വാധിഷ്ഠാന പത്മത്തിൽ വസിക്കുന്ന ദേവി. അത് ഗുഹ്യസ്ഥാനത്തിന് സമാനമായിട്ടാണ് ഈ പത്മം. അതിന് 6 ഇതളുകളാണ് ഉള്ളത്. അവിടുത്തെ ദേവതയുടെ പേര് കാകിനി എന്നാണ്. നമുക്ക് നോക്കാം. സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര, 4 മുഖങ്ങളുള്ള മനോഹരിയായ ദേവി ചതുർവക്ത്ര മനോഹര. അടുത്തത് ശൂലാദ്യായുധ സമ്പന്ന പീതവർണാതിഗർവിത. ശൂലാദ്യായുധ സമ്പന്ന, അതായത് ശൂല ആദി ആയുധ, ശൂലാദി ആയുധ സമ്പന്ന, ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച ദേവി. അതായത് ശൂലം, പാശം, കപാലം, അങ്കുശം എന്നിവയാണ് ദേവി 4 കൈകളിലായിട്ട് ധരിച്ചിരിക്കുന്നത്.
പീതവർണ അതായത് മഞ്ഞ നിറമുള്ള ദേവി, അതിഗർവിത അതിഗർവിതയായ ദേവി. ഇവിടെ ഗർവം എന്നുദ്ദേശിക്കുന്നത് വീര്യം, സൗന്ദര്യം എന്നിവയൊക്കെയാണ് ഇവിടെ ഗർവം എന്നുദ്ദേശിക്കുന്നത്. അടുത്തത് മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത. മേധോനിഷ്ഠ മേധസ് എന്ന ധാതുവിൽ വസിക്കുന്ന ദേവി. മേധസ് എന്നാൽ കൊഴുപ്പ് എന്നർത്ഥം. ആ മേധസ് എന്ന ധാതുവിൽ വസിക്കുന്ന ദേവി. മധുപ്രീത മധുവിൽ പ്രിയമുള്ള ദേവി. ബന്ധിന്യാദി സമന്വിത ബന്ധിനി മുതലായ ശക്തികളോട് ചേർന്നിരിക്കുന്ന ദേവി. ഈ പത്മത്തിലെ 6 ദളങ്ങളിൽ 6 ദേവതമാരാണ് ഉള്ളത്. അതിൽ ഒരു ദേവതയുടെ പേരാണ് ബന്ധിനി. ബന്ധിനി മുതലായ ശക്തികളോട് ചേർന്നിരിക്കുന്ന ദേവി. അടുത്തത് ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. ദധ്യന്നാസക്ത ഹൃദയ ദധി അതായത് തൈര് ചേർത്ത ആഹാരത്തിൽ ആസക്തിയുള്ള ദേവി. അതാണ് ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. കാകിനി രൂപത്തിലുള്ള ഈ ദേവി. അടുത്തത് മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത. മൂലാധാരാംബുജാരൂഢ മൂലാധാര പത്മത്തിൽ അധിവസിക്കുന്ന ദേവി. എവിടെയാണ് മൂലാധാരം? നട്ടെല്ലിനടിയിലാണ് ഈ ആധാരപത്മം സ്ഥിതി ചെയ്യുന്നത്. അതിന് 4 ഇതളുകളാണുള്ളത്. അവിടുത്തെ ദേവതയുടെ പേര് സാകിനി എന്നാണ്. നമുക്ക് നോക്കാം. പഞ്ചവക്ത്ര 5 മുഖങ്ങളുള്ള ദേവി. അസ്ഥി സംസ്ഥിത അസ്ഥിയിൽ വർത്തിക്കുന്ന ദേവി. അടുത്തത് അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത. അങ്കുശാദി പ്രഹരണ അങ്കുശം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ദേവി. അങ്കുശം, താമര, പുസ്തകം, ജ്ഞാനമുദ്ര ഇവയൊക്കെയാണ് 4 കൈകളിലായിട്ട് ഈ ദേവി ധരിച്ചിരിക്കുന്നത്. വരദാദി നിഷേവിത വരദ മുതലായ ശക്തികളാൽ സേവിക്കപ്പെടുന്ന ദേവി. ഈ പത്മത്തിന് 4 ദളങ്ങളിൽ 4 ദേവതകളുണ്ട്. അതിലൊരു ദേവതയാണ് വരദ. വരദ മുതലായ ശക്തികളാൽ സേവിക്കപ്പെടുന്ന ദേവി. അടുത്തത് മുദ്ഗൗതനാസക്ത ചിത്ത സാകിന്യംബ സ്വരൂപിണി. ഈ സാകിന്യ രൂപത്തിലുള്ള ദേവിക്ക് മുദ്ഗൗതനാസക്ത ചിത്ത മുദ്ഗം അതായത് ചെറുപയർ, പയറുവർഗ്ഗങ്ങൾ അതൊക്കെയാണ് ആ ദേവിക്ക് ഏറ്റവും ഇഷ്ടം. ചെറുപയർ ഒക്കെ ചേർത്ത ആഹാരത്തിൽ പ്രീതയായ ദേവി. സാകിന്യംബ സ്വരൂപിണി സാകിനി രൂപിയായ ആ ദേവി. അടുത്തത് ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷഡാനന. ആജ്ഞാചക്രം എന്ന പത്മത്തിൽ വസിക്കുന്ന ദേവി. നമുക്കറിയാം ആജ്ഞാചക്രം 2 ദളങ്ങളുള്ള പുരികങ്ങൾക്ക് നടുവിൽ 2 ദളങ്ങളുള്ള ഒരു പത്മമാണ് ആജ്ഞാചക്രം. അവിടുത്തെ ദേവതയുടെ പേര് ഹാകിനി എന്നാണ്. നമുക്ക് നോക്കാം. ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ആ ദേവതയുടെ നിറം വെളുത്ത നിറമാണ്. ഷഡാനന ആ ദേവതയ്ക്ക് 6 മുഖങ്ങളാണ് ഉള്ളത്. അടുത്തത് മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത. മജ്ജാസംസ്ഥ മജ്ജയിൽ വസിക്കുന്ന ദേവിയാണിത്. ഹംസവതി മുഖ്യശക്തി സമന്വിത ഹംസവതി തുടങ്ങിയ ശക്തികളോട് കൂടിയ ദേവി. അതായത് ഈ പത്മത്തിന് 2 ദളങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ 2 ദളങ്ങളിലും ഹംസവതി, ക്ഷമാവതി എന്ന 2 ദേവതകളുണ്ട്. അതാണ് ഹംസവതി മുഖ്യശക്തി സമന്വിത. അടുത്തത് ഹരിദ്രാനൈകരസിക ഹാകിനി രൂപധാരിണി. രസിക അതായത് മഞ്ഞൾ ചേർത്ത അന്നത്തിൽ ആഹാരത്തിൽ പ്രീതിയുള്ള ദേവിയായ ഹാകിനി രൂപധാരിണി ഹാകിനി രൂപത്തിലുള്ള ദേവി. അടുത്തത് സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത. സഹസ്രദള പത്മത്തിൽ വസിക്കുന്ന ദേവി. ഇത് ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിലുള്ള പത്മമാണ്. സഹസ്രദള പത്മം. അതിന് 1000 ഇതളുകളാണ് ഉള്ളത്. ഈ പത്മത്തിൽ വസിക്കുന്ന ദേവിയുടെ പേര് യാകിനി എന്നാണ്. അതാണ് സഹസ്രദള പത്മസ്ഥ
സർവവർണോപശോഭിത, സർവവർണ്ണങ്ങളാലും ശോഭിക്കുന്ന ദേവി. ഈ ദേവിയിൽ എല്ലാ നിറങ്ങളും ചേർന്നിരിക്കുന്നു. അടുത്തത് സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി. സർവായുധധര, ഈ ദേവി എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കുന്നു. ശുക്ലസംസ്ഥിത, ശുക്ലം എന്ന ധാതുവിൽ വസിക്കുന്ന ദേവി. സർവതോമുഖി, എല്ലാ ഭാഗത്തേക്കും മുഖങ്ങളോട് കൂടിയ ദേവി, അതാണ് സർവതോമുഖി. അടുത്തത് സർവൗദന പ്രീത ചിത്ത യാകിന്യംബാ സ്വരൂപിണി. സർവൗദന പ്രീത ചിത്ത, എല്ലാ നിവേദ്യങ്ങളും ഇഷ്ടപ്പെടുന്ന ദേവി. യാകിന്യംബാ സ്വരൂപിണി, യാകിനി രൂപത്തിലുള്ള ഈ ദേവി. നമ്മൾ 7 പത്മത്തിലും 7 ചക്രങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരുവിധമെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം.